അങ്ങോട്ട് എറിയരുത്. അല്ലാ ഇങ്ങോട്ട് ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ല എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാനൊരു 4 മണിക്ക് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് 4 മണിക്ക് ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചൊരുങ്ങാണേ. എൻ്റെ കൂടെ ഒരാൾ വണ്ടി വന്ന് നേരത്തെ തന്നെ അവിടെ വീണ് സ്ഥലം വാങ്ങിക്കണം കേട്ടോ. നല്ലൊരു പാട്ട് കേടാൻ ഒരുങ്ങിട്ടോ. അപ്പോഴാണ് ഞാൻ തേങ്ങ എടുത്ത് പൊട്ടിക്കാൻ വേണ്ടി നിന്നത്. അപ്പോൾ ആ പാട്ട് അവിടെ താൽക്കാലികം നിർത്തി വെച്ച് തേങ്ങ വെള്ളത്തിന് വന്നതാണ് കേട്ടോ. പക്ഷെ തേങ്ങ പൊട്ടിച്ചപ്പോഴല്ലേ തേങ്ങൻ്റെ ഉള്ളിൽ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു തേങ്ങ കണ്ടപ്പോൾ അട ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് കേട്ടോ. പക്ഷെ തേങ്ങ പൊട്ടിച്ച് വെക്കുമ്പോൾ അട പോയിട്ട് അടപ്രഥമനെ തന്നെ ഉണ്ടാക്കിയിട്ടാണ് തേങ്ങ തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ അട ഉണ്ടാക്കാനുള്ള യോഗമില്ല. അപ്പൊ തേങ്ങ വെള്ളത്തിന് ഇവിടെ ഞാൻ കാത്തുനിന്നിട്ട് എന്താ എനിക്ക് തരാത്തത് എന്നുള്ള ഇതിലൊക്കെയാണ് ജനിമോന് ആ ഒരു ഒച്ചയും ബഹളങ്ങളൊക്കെ ഉണ്ടാക്കണത് കേട്ടോ. അപ്പൊ ഏതായാലും നമ്മുടെ അട ഉണ്ടാക്കുന്ന പരിപാടി നടന്നില്ല. ഏതായാലും ഇനിയിപ്പോൾ ചായക്കുള്ള വെള്ളം വെക്കട്ടെ. ഞാനിപ്പോൾ ചായക്കടി അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പിന്നെ ഇനിയൊന്നിപ്പോൾ ചായക്കടിക്ക് വേറെ വല്ല വജ്ജ് നോക്കണം. ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കാനുള്ള മൂഡ് പോയി. ഏതായാലും നമുക്ക് ചായക്കുള്ള വെള്ളം വെച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ട് അതൊന്ന് സിമ്മിലാക്കിയിട്ട് ഇതാ ഇവിടെ വന്നതാണ് കേട്ടോ. അപ്പോഴത്തേനും ഇവിടെ എടുത്തേ പന്തും കൊണ്ട് വെല്ലം ഇറങ്ങാ കളിച്ചാൻ. അപ്പോൾ ഓന് കളിക്കാനെന്ന വ്യാജേന അതിൽ പോകാൻ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനങ്ങോട്ട് വിളിച്ചു വരുത്തിൻ്റെതാണ് ആ വെറുതെ കരഞ്ഞ് അഭിനയിച്ചിരുന്നത് കേട്ടോ. അപ്പം ഇനി ഒരു ഇത്തിരി സോപ്പിടല്ലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ കേട്ടോ. അപ്പം ഇനി ഓൻ്റെ കൂടെ ഒന്ന് പന്ത് കളിക്കാനൊക്കെ ഒന്ന് കൂടണം. അതിൻ്റെ ഇടക്ക് ഞങ്ങൾ ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. വേഗം ഇന്നെ കാണാത്ത തക്കത്തിൽ ഇറങ്ങി വണ്ടാൻ നോക്കിയിനി. അപ്പം ഇനി ചെരുപ്പൊക്കെ ഇട്ട് വരട്ടെ. അങ്ങോട്ട് എറിയരുത്. വളവന അവല്ലാണ്ട് നീച്ചനെയാ മോളെ അങ്ങോട്ട് നോക്കാം. ഓനെ റോട്ടിക്കാണ് ഉരുക്കി വിടുക. എന്നിട്ട് ഞാൻ പോയി എടുത്തോണ്ട് ചെയ്യാം. അങ്ങോട്ട് എറി ഇങ്ങോട്ട് എറിഞ്ഞു. എന്താ പോയി എടുത്തോണ്ടിടാ മറ്റേ വളവിൻ്റെ അടുത്ത്. എന്നാ ഞാൻ അവിടെ പുറത്തേ. അങ്ങനെ ഞങ്ങൾ ഒരു റൗണ്ട് പന്തളി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചായക്കുള്ള വെള്ളം തളിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ തൽക്കാലിക ഒരു ബിസ്ക്കറ്റൊക്കെ കൂട്ടി ചായ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ കടി ഉണ്ടാക്കാൻ ഒരുങ്ങിയപ്പോഴാണല്ലോ ആകെ കുളമായത്. എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു വെറുതെയാണേനും. അപ്പോൾ പിന്നെ ഞങ്ങൾ ബിസ്ക്കറ്റും കൂട്ടിയിട്ട് തൽക്കാലികം ഇന്നത്തെ ചായ കൂടി അങ്ങോട്ട് നടത്തിയിട്ടോ. ഇവിടെ ഒരുത്തിനതാ ഒന്നും കയ്യിൽ പിടിച്ചിട്ട് തികയാതെ ഓരോന്നോരോന്നായിട്ട് വലിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. എനിക്കുണ്ടല്ലോ ഏത് ബിസ്ക്കറ്റ് കിട്ടിയാലും പണ്ട് ചെറുതായിരുന്നുണ്ടല്ലോ നമ്മൾ ബിസ്ക്കറ്റ് ചായയിൽ മുക്കി കഴിക്കണേ അതേ ആ രീതിയിലാണ് കേട്ടോ ഇപ്പോഴും ഞാൻ ബിസ്ക്കറ്റും ചായയും കുടിക്കുക.
അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നിയമോള് എണീച്ച് ചായ അടിച്ചൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഓള് നല്ല ഉറക്കമൊക്കെ ഉറങ്ങിയിട്ടാണ് കേട്ടോ ഇപ്പം എണീച്ച് വന്നിരിക്കുന്നത്. ആകെ ഭദ്രകാളി ലുക്കിലാണ്. അപ്പം ഇനി ആ മുടിയൊക്കെ ഒന്ന് വാർന്ന് കെട്ടി കൊടുക്കണം. മുടി വാർന്ന് കെട്ടിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ മുടി അയച്ച് ഇട്ട് നടക്കും കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ കാണുമ്പോൾ ഇങ്ങനെ ഒന്ന് മുടിയൊക്കെ ഒന്ന് വൃത്തിക്ക് മെനക്കൊക്കെ കെട്ടി ആ കെട്ടൊക്കെ അറുത്തൊന്ന് സെറ്റപ്പ് ആക്കി കൊടുക്കും. ഓള് വീണ്ടും അത് വലിച്ചിടും കേട്ടോ. പിന്നെ നിയമോള അജോ ഇന്നെങ്ങനെ ചാരിയൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഒരാൾക്ക് ഈഗോ കയറും കേട്ടോ. അപ്പോൾ വേഗം വന്ന് ഇന്ന ചാരി അവിടെ നിൽക്കും. ഓളെ വെല്ലം ഞാൻ അവിടുന്ന് തട്ടി മാറ്റും കേട്ടോ. കണ്ടോ? അപ്പോൾ ഓൻ്റെ വിചാരം ഓൻ്റെ സ്വന്തമാണ് മെച്ചി, മറ്റോലതൊക്കെ വാടക. അപ്പോൾ പിന്നെ രണ്ടാളും വല്ല ഇതിലിങ്ങനെ നടക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നിയമോള് സിനിമോനെയും കൊണ്ട് വല്ല ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടക്ക് ഓള് എടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഓള് അതിലിങ്ങനെ മുറ്റത്ത് കൂടെ ആ റോട്ടിൽ കൂടെ ഒക്കെ ഒന്ന് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ഇങ്ങനെ നല്ല കുട്ടിയായി അനങ്ങാതെ ഇവിടെ നിൽക്കണം എന്താ വെച്ചാൽ ഒരു വണ്ടി അവിടെ നിർത്തിക്കണം കേട്ടോ. അപ്പം ആ വണ്ടീനെ പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആ വണ്ടി ഇങ്ങനെ നിരീക്ഷിച്ച് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ വൃന്ദാവനത്തിൽ ഇന്നൊരു 2 പൂക്കൾ വിരിഞ്ഞിക്കണം കേട്ടോ. അപ്പം അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇത് 2 ദിവസം മുന്നേ ഒരു 3-4 ഉണ്ടായി കേട്ടോ. അപ്പോൾ അതാ 2 വാടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിൻ്റെ പേരും വിലാസം ഒന്നും എനിക്കറിയില്ല കേട്ടോ. കുറച്ച് ചെടികളുള്ളെങ്കിലും അതിങ്ങനെ ഇടയ്ക്ക് വെള്ളമൊക്കെ നനച്ചു കൊടുത്ത് ഇങ്ങനെ സോപ്പിട്ട് ഓല മാത്രം ഇങ്ങനെ നിർത്തുന്നതാണ് കേട്ടോ. അപ്പോൾ സമയം വൈകുന്നേരമായി, നല്ലൊരു മഴൻ്റെ കോളും കാറും ഒക്കെ ആകാശത്ത് കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഏതായാലും ബാങ്ക് കൊടുക്കാൻ സമയമായിക്കണ്. വേഗം അകത്ത് കയറട്ടെ. അപ്പോൾ ബാങ്കൊക്കെ കൊടുത്ത് ഒന്ന് ഇരുട്ടായതേ ഉള്ളൂ. അപ്പോഴേക്കും ദാ മഴ പെയ്തു തുടങ്ങിയിട്ടോ. മഴ എത്ര വേണമെങ്കിലും പെയ്തോട്ടെ, കാറ്റടിക്കാന്നാ മതി. കാറ്റടിച്ചുമ്പോഴാണ് പേടി. അന്തിക്കൊക്കെ കാറ്റടിച്ചുമ്പോഴാണ് പേടി. അപ്പം ഞാനിവിടെ കുറച്ച് ബക്കറ്റിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേ കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് വേഗം മൂടിയൊക്കട്ടെ. നല്ലോണം മഴ പെയ്യുമ്പോൾ ആ ഒരു ഷീറ്റുമെന്ന് ഇറവെള്ളമൊക്കെ വീണിട്ട് അതൊരു മഞ്ഞ കളറാവും കേട്ടോ ആ വെള്ളം. അപ്പം അതുകൊണ്ടാണ് ഞാനത് വേഗം അടച്ചു വെച്ചത്. ഏതായാലും വേനൽക്കാലല്ലേ, മഴക്കാലം ആകുമ്പോഴത്തേക്ക് നമ്മൾ പുതിയ പെരേക്ക് കയറുമല്ലോ എന്നുള്ള ഒരു തീരുമാനമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഷീറ്റൊന്നും മാറ്റാനും വേറെ പുതിയത് വാങ്ങിയിടാനൊന്നും നമ്മൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അതിപ്പോൾ എന്താ അങ്ങനെ ഒരു ചെയ്യൽ, നിങ്ങൾക്ക് എന്തോ ഒരു പുതിയ ഷീറ്റ് വാങ്ങിയിട്ടാൽ എന്നുള്ള ഒരു ഭാവത്തിലാണ് മഴ അപ്പോൾ ഇടക്കും നൽക്കും പെയ്തുകൊണ്ടേ ഇരിക്കലാണ് കേട്ടോ. മിക്കവാറും ദിവസം വൈകുന്നേരം ഇപ്പം മഴക്കാലമാണ് നമുക്ക്. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ ആയിക്കൂലേ, ന്യൂനമർദ്ദോ അങ്ങനെ എന്തൊക്കെയോ ആണ് പറയുന്നത് കേൾക്കണേ. ഏതായാലും മഴ ഉണ്ടല്ലോ, മഴ പെയ്യുമ്പോൾ ഇന്ന് ചോർന്നോർത്താവൂല, നാളെ പെയ്യുമ്പോൾ ചോര. അപ്പേ ഇനി ചിലപ്പോൾ അഥവാ വഴി വെച്ച് കണ്ട് ഇവിടെ ഞാൻ കുറച്ച് തുണികൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടക്കിയിട്ടുണ്ടായില്ല. അപ്പോലെ മേത്ത് കൂടെ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഇരട്ടി പണിയാക്കണ്ടല്ലോ, വേഗം അതൊക്കെ മടക്കി എടുത്ത് വെച്ചു കേട്ടോ. മഴ ഒരു രക്ഷയില്ലാതെ തകർത്ത് തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്. ചെറിയ കാറ്റൊന്നും വിഷയമല്ല, വലിയ കാറ്റടിക്കാണ്ടിരുന്നാൽ മതി. നിയമോള് ഇതാ അവിടെ അജുവിനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുക, അജുവിന്റെ മുടി കെട്ടി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ കേട്ടോ. ജനുമോൻ അതൊക്കെ കണ്ട് കൗതുകത്തോടെ അതൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ ഓളെ മുടിയൊക്കെ എങ്ങനെ കെട്ടിക്കൊടുത്തതാ, ഇപ്പൊ കണ്ടോ അതെല്ലാം അയച്ചിട്ട് നടക്കുന്നത്. ഓൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ചില സമയത്ത്. അപ്പൊ ഞാന് മീന് പൊരിച്ചെടുക്കാനുണ്ടേ കേട്ടോ. അപ്പൊ അത് ഞാന് ചൂടോടുക്കനെ വൈകുന്നേരത്ത് പൊരിച്ചെടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതേനി. അപ്പൊ എന്തായാലും അതൊന്ന് വേഗം ഒന്ന് പൊരിച്ചെടുക്കട്ടെ. മീൻ ഇന്നലത്തെ മീനിന്റെ ബാക്കി തന്നെയാണ് കേട്ടോ. ഇന്നലെ ഞാൻ തൂത മീൻ വാങ്ങിയിട്ട് അപ്പം അതൊരു 2 ദിവസത്തിന് ഫ്രൈ ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. മസാല പറ്റി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പം അത് വൈകുന്നേരത്തിനുള്ളത് ഞാൻ വൈകുന്നേരം പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അത് ആണ് ഈ സമയത്ത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. കുഞ്ഞുട്ടിയാണെങ്കിൽ അടുത്തത് എവിടെയാ ചോരുക എന്നുള്ള നിരീക്ഷണത്തിലാണ് കേട്ടോ.
അങ്ങനെ നല്ലൊരു മഴ പെയ്ത് വെള്ളം വന്നു, ചോർന്നു. മഴ വന്നു വിളിച്ച പിന്നെ കറണ്ട് കൂടെ അങ്ങോട്ട് ഇറങ്ങിയാണ് പോകുക തന്നെ. പിന്നെ ഇപ്പോൾ നമ്മളാണ് കറണ്ട് ബില്ല് കൊടുക്കണതെന്നുള്ള യാതൊരുവിധ ദയാദാക്ഷിണ്യം പോലും നമ്മളോട് കാണിച്ചിട്ടില്ല. മൂപ്പര് വന്ന് വിളിച്ചാൽ മൂപ്പത്തിയാർ ഇറങ്ങിപ്പോയി, നമ്മളെന്ത് ചെയ്യാനാ. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള മൂടും പോയി. അപ്പോൾ എന്നാ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരുന്നത് എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും, ബൈ ബൈ.